2 വർഷം ദൈർഘ്യമുള്ള ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി, 1 വർഷം ദൈർഘ്യമുള്ള അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടി ആൻഡ് കോസ്മെറ്റോളജി, സർക്കാർ അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സ് എന്നിവയിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായോ താഴെ കാണുന്ന നമ്പറിലോ ബന്ധപ്പെടുക. ജീവനും സ്വത്തിനും കടുത്ത ഭീഷണി ഉയർത്തുന്ന കാട്ടുപന്നികളെ കൂട്ടത്തോടെ വേട്ടയാടി വിവിധ പഞ്ചായത്തുകൾ. കരുവാരക്കുണ്ട്, വണ്ടൂർ, അമരമ്പലം പഞ്ചായത്തുകളിൽ നിന്നായി ഒറ്റ രാത്രിയിൽ നടന്ന സ്പെഷ്യൽ ഡ്രൈവിൽ കൊന്നൊടുക്കിയത് 52 പന്നികളെ. പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും വനപാലകരുടെയും സാന്നിധ്യത്തിൽ കാളികാവ് ഫോറസ്റ്റ് ഓഫീസ് പരിസരത്ത് ഇവയെ കുഴിച്ചുമൂടി. കരുവാരക്കുണ്ട്, വണ്ടൂർ, അമരമ്പലം പഞ്ചായത്തുകളുടെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്ന 52 കാട്ടുപന്നികളെയാണ് വെടിവെച്ച് കൊന്നത്. കൃഷിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൃഷിക്കാർ വളരെയധികം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് പന്നി ശല്യം അവസാനിപ്പിക്കുക എന്നുള്ളത്. ഗ്രാമപഞ്ചായത്തുകൾക്ക് കൃഷി നശിപ്പിക്കുന്ന പന്നികളെ വെടിവെച്ച് കൊല്ലാൻ പ്രസിഡന്റുമാർക്ക് ഉത്തരവ് ഗവൺമെന്റ് അനുവദിച്ചു തരികയും ചെയ്തു. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ അംഗീകൃത ഷൂട്ടർമാരെ വെച്ചുകൊണ്ട് ഞങ്ങൾ പന്നി വേട്ട നടത്തുകയും ഇന്നലെ നടന്ന വേട്ടയിൽ കരുവാരക്കുണ്ടിൽ നിന്നും വണ്ടൂർ, അമരമ്പലം തുടങ്ങിയ പഞ്ചായത്തുകളിൽ നിന്ന് 50-ലധികം പന്നികളെ ഇന്നലെ രാത്രി ഷൂട്ടർമാർ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. അത് കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ആഹ്ലാദപരമാണ്. ലക്ഷങ്ങൾ മുടക്കി കൃഷി ചെയ്യുമ്പോൾ ആ കൃഷി നശിപ്പിക്കുന്ന വന്യമൃഗങ്ങളെ കൊല്ലാൻ സർക്കാർ ഉത്തരവിട്ടു. അതോടൊപ്പം ബഹുമാന്യനായ മന്ത്രി ഷിബു ബേബി ജോൺ ഞങ്ങളെ പഞ്ചായത്തുകളെ വിളിച്ചിരുന്നു. വനമേഖലയിലുള്ള പഞ്ചായത്തുകളെ പ്രസിഡന്റുമാരെ വിളിച്ച് ഈ കാര്യത്തിൽ ശുഷ്കാന്തി ഉണ്ടാകണമെന്നും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ഫണ്ട് അനുവദിച്ചുകൊണ്ട് അതിന് വേണ്ടത് ചെയ്യണം, അതുപോലെ അടിക്കാട് വട്ടി കൃഷിക്കാരെ സംരക്ഷിക്കണം, ഇത്യാദി കാര്യങ്ങൾക്കൊക്കെ സർക്കാർ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ താല്പര്യത്തോടു കൂടിയാണ്, ആ ഒരു അഭിമാനകരമായ സാഹചര്യം മുതലെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ഇനിയും ഒരുപാട് പന്നികളെ ഇതുപോലെ വെടവെച്ച് കൊല്ലേണ്ടതുണ്ട്, നശിപ്പിക്കേണ്ടതുണ്ട്. കൃഷിക്കാരും നമ്മളും ഒരുമിച്ച് നിന്ന്, മാധ്യമപ്രവർത്തകരും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഈ ശല്യത്തെ ഇല്ലാതാക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണം. അതിന് മുന്നിട്ടിറങ്ങിയ ഷൂട്ടർ സക്കീറിനെയും സംഘത്തെയും അതുപോലെ എല്ലാവരെയും ഞങ്ങൾ പ്രത്യേകം അഭിനന്ദിക്കുന്നു. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സ്പെഷ്യൽ ഡ്രൈവ് നടത്തിയത്. കാട്ടുപന്നികൾ വ്യാപകമായി കാർഷിക വിളകൾ നശിപ്പിക്കാൻ തുടങ്ങിയതോടെയാണ് വനം അധികൃതരുടെ അനുമതിയോടെ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കാട്ടുപന്നി വേട്ട നടക്കുന്നത്. കൊന്നൊടുക്കിയ പന്നികളെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ കണക്കെടുപ്പിനും പരിശോധനയ്ക്കും ശേഷം കാളികാവ് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിസരത്തെ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ കുഴിച്ചുമൂടി. ഡിഎഫ്ഒയുടെ എംപാനൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും അംഗീകൃത തോക്ക് ലൈസൻസുമുള്ള വിദഗ്ധ ഷൂട്ടർമാരുടെ നേതൃത്വത്തിലാണ് പന്നിവേട്ട നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് അധികാരം നൽകുന്ന നിയമം അനുസരിച്ചാണ് പന്നിവേട്ട നടത്തിയത്. പന്നിവേട്ടയ്ക്ക് പഞ്ചായത്തിന് ഔദ്യോഗിക അനുമതി ലഭിച്ചതോടെ കാളികാവ്, ചോക്കാട്, കരുവാരക്കുണ്ട്, വണ്ടൂർ, പോരൂർ, അമരമ്പലം എന്നീ പഞ്ചായത്തുകളിൽ നിരവധി പന്നിവേട്ട ദൌത്യങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രൊഫഷണൽ ഷൂട്ടർമാരായ എംപാനൽ ലിസ്റ്റിൽപ്പെട്ട ദിലീപ് മോഹൻ, എം സക്കീർ, സംഗീത് എർണോൾ എന്നിവരാണ് ദൌത്യം നടത്തിയത്. കർഷക പ്രതിനിധി അർഷദ് ഖാൻ പുല്ലാണിയുടെ നേതൃത്വത്തിൽ 20ഓളം പേരടങ്ങുന്ന ദൌത്യസംഘമാണ് പന്നിവേട്ടയ്ക്ക് നേതൃത്വം നൽകിയത്. റിസർവ് വനത്തോട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്തിലെ പ്രസിഡന്റുമാരെ തിരുവനന്തപുരത്തേക്ക്, കേരളത്തിലെ മുഴുവൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും അദ്ദേഹം അങ്ങോട്ട് തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചൊരു മീറ്റിംഗ് നടത്തുകയും അതിന്റെ ഭാഗമായി ഇവിടെ അമരമ്പലം, കരുവാരക്കുണ്ട്, അതുപോലെ വണ്ടൂര് ഈ 3 പഞ്ചായത്തുകളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്നലെ നടത്തിയ രാത്രി മുതൽ ഈ സമയം ഒരു 5-5:30 വരെ പുലരോളം നടത്തിയ ഈ പരിപാടിയിലാണ് ഇത്രയും അധികം പന്നികളെ ഞങ്ങൾക്ക് വെടിവെക്കാൻ സാധിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കാളികാവ്.